നമസ്കാരം, ഏവർക്കും ഹാജാസ് ക്ലാസ്സസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന ക്വസ്റ്റ്യൻ പേപ്പർ ഏപ്രിൽ 23, 2025 PSC നടപ്പിലാക്കിയ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി. ആൻസർ ജഗദീപ് ധൻകർ ആണ് ഇപ്പോഴത്തെ ഇന്ത്യൻ ഉപരാഷ്ട്രപതി. 14ാമത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ് ജഗദീപ് ധൻകർ. ജഗദീപ് ധൻകർ 14ാമത് ഇന്ത്യൻ ഉപരാഷ്ട്രപതിയാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ. ഓപ്ഷൻ സി ശതവാഹനന്മാരാണ് ഇന്ത്യയിൽ ഭൂദാന സമ്പ്രദായത്തിന് തുടക്കം കുറിച്ച ഭരണാധികാരികൾ, ശതവാഹനന്മാർ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ കോളത്തിന് അനുയോജ്യമായവ ബി കോളത്തിൽ നിന്ന് കണ്ടെത്തി ശരിയുത്തരം എഴുതുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. വാസ്കോഡ് ഗാമ ഇന്ത്യയിലെത്തിയത് 1498 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1602. പോർച്ചുഗീസുകാർ ഗോവ പിടിച്ചെടുത്തത് 1510. ഫ്രഞ്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ സ്ഥാപനം 1664. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന ചരിത്ര സംഭവങ്ങളുടെ ശരിയായ കാലഗണന എഴുതുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ആൻസർ. കുരിച്യ കലാപം 1812 ആയിരുന്നു കുരിച്യ കലാപം. വേലുത്തമ്പിയുടെ കലാപം വരുന്നത് 1809 ആണ്. ആറ്റിങ്ങൽ കലാപം നടന്നത് 1721. പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി കലാപം നടന്നത് 1793 ഒന്നാം പഴശ്ശി കലാപം നടന്നത്. അപ്പോ ഇതിന്റെ ഓർഡർ അനുസരിച്ച് ചെയ്യുമ്പോൾ ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപം, രണ്ടാമത് പഴശ്ശി കലാപം, മൂന്നാമത് വേലുത്തമ്പിയുടെ കലാപം, നാലാമത് കുരിച്യ കലാപം. ഇങ്ങനെയാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. കുരിച്യ കലാപം 1812, വേലുത്തമ്പിയുടെ കലാപം 1809, ആറ്റിങ്ങൽ കലാപം 1721, പഴശ്ശി കലാപം, ഒന്നാം പഴശ്ശി യുദ്ധം 1793 സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ബി. ഇത് നിസ്സഹകരണ പ്രസ്ഥാനവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഓപ്ഷൻ ബി മാത്രമാണ്. അപ്പോൾ ബാക്കിയുള്ള പോയിന്റ്സ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഗാന്ധിജി നയിച്ച ആദ്യത്തെ ബഹുജന പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം. അത് ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, അതും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഖിലാഫത്ത് പ്രശ്നത്തിന് പരിഹാരം കാണുക, ഇത് മൂന്നും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇതില് പ്രസ്താവന ബന്ധമില്ലാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി. ഓപ്ഷൻ എ അഗസ്റ്റസ് സീസർ ആണ്. അഗസ്റ്റസ് സീസർ ആണ് പ്രിൻസപ്പ് എന്ന സ്ഥാനപ്പേര് സ്വീകരിച്ച റോമൻ ഭരണാധികാരി, അഗസ്റ്റസ് സീസർ. ഏഴാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന നദികളിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി ഏതാണ്? പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി പമ്പ. പമ്പ. കബനി, ഭവാനി, പാമ്പാർ, ഈ മൂന്ന് നദികളും കിഴക്കോട്ടൊഴുകുന്ന നദികളാണ്. പാമ്പാർ, ഭവാനി, കബനി. പടിഞ്ഞാറോട്ടൊഴുകുന്ന നദി പമ്പയാണ്. പമ്പയാണ്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ, നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഏത്? നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം ഓപ്ഷൻ ബി രുദ്രസാഗർ തടാകം.
രുദ്രസാഗർ തടാകത്തിലാണ് നീർമഹൽ സ്ഥിതി ചെയ്യുന്നത്. നീർമഹൽ സ്ഥിതി ചെയ്യുന്ന തടാകം രുദ്രസാഗർ തടാകം. 9ാമത്തെ ക്വസ്റ്റ്യൻ, സമയമേഖലകൾ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യമേതാണ്? ഫ്രാൻസ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. സമയമേഖലകൾ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യം ഫ്രാൻസ് ആണ്. ഓപ്ഷൻ ബി ഫ്രാൻസ് ആണ്. സമയമേഖലകൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഫ്രാൻസ്. 10ാമത്തെ ക്വസ്റ്റ്യൻ, അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയയാണ് ശിലാവത്കരണം. ശിലാവത്കരണമാണ് അവസാദങ്ങൾ സമ്മർദ്ദത്തിൽപ്പെട്ട് ക്രമേണ ശിലകളായി മാറുന്ന പ്രക്രിയയാണ് ശിലാവൽക്കരണം. ശിലാവൽക്കരണം. 11ാമത്തെ ക്വസ്റ്റ്യൻ, ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് എവിടെ? മധ്യപ്രദേശിലാണ്. ഇതിനു മുമ്പും ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ട ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്. ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം മധ്യപ്രദേശിലാണ്. മധ്യപ്രദേശിലാണ് ബാന്ധവ്ഗഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. 12ാമത്തെ ക്വസ്റ്റ്യൻ, സോനാമാർഗ് തുരങ്കം ഏത് ദേശീയ പാതയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ ദേശീയപാത 1 സോനാമാർഗ് തുരങ്കം സ്ഥിതി ചെയ്യുന്നത്. ദേശീയപാത 1. ചുവടെ നൽകിയിട്ടുള്ളവയിൽ 2025 അവതരിച്ച കേന്ദ്ര ബജറ്റിൽ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഓപ്ഷന്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതി ഇല്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഇത് രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. 4 ലക്ഷം രൂപ വരെയുള്ള വരുമാനത്തിന് നികുതിയില്ല. 4 ലക്ഷം മുതൽ 8 ലക്ഷം വരെയുള്ള വരുമാനത്തിന് 5% നികുതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യയിലെ ബാങ്കിംഗ് മേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 1935 സ്ഥാപിതമായി. റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത് 1975 റീജിയണൽ റൂറൽ ബാങ്കുകൾ സ്ഥാപിതമായത്. ചുവടെ നൽകിയിട്ടുള്ളവയിൽ GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികൾ ഏതെല്ലാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് 3ഉം GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികളാണ്. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഇത് 3ഉം GSTയിൽ ലയിക്കപ്പെട്ട പ്രധാന നികുതികളാണ്. വിനോദ നികുതി, പ്രവേശന നികുതി, പരസ്യ നികുതി. ഓപ്ഷൻ ഡി 1, 2, 3. ഇത് 3ഉം ശരിയായതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമർത്യ സെന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 2ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻസ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. ദാരിദ്ര്യരേഖ നിർണയിക്കുന്നതിലെ അപാകത ചൂണ്ടിക്കാട്ടി. ദാരിദ്ര്യം, അസമത്വം, ക്ഷാമം എന്നിവയുമായി ബന്ധപ്പെട്ട പഠനത്തിന് പ്രാധാന്യം നൽകി. ഇത് രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. അമർത്യ സെന്നുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത് 1998 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം കിട്ടിയത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ആണവ ധാതുക്കളുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 3. ഇത് 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. യുറേനിയം, തോറിയം എന്നിവയാണ് പ്രധാന ആണവ ധാതുക്കൾ. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. മോണോസൈറ്റ്, ഇൽമനേറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. മോണോസൈറ്റ്, ഇൽമനേറ്റ് എന്നീ ധാതുക്കളിൽ നിന്ന് തോറിയം ഉൽപ്പാദിപ്പിക്കുന്നു. രാജസ്ഥാൻ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിൽ യുറേനിയം നിക്ഷേപമുണ്ട്. യുറേനിയം, തോറിയം എന്നിവ
പ്രധാന ആണവ ധാതുക്കളാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ കാർഷിക വിളയായ നെല്ലുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഇന്ത്യയിലെ മുഖ്യ ഭക്ഷ്യവിള നെല്ലാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. നെല്ല് ഒരു ഖാരിഫ് വിളയാണ്. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ കേശവാനന്ദ ഭാരതി കേസുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ഇതിന്റെ ആൻസർ ബി, സി, ഡി ഇത് 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. കേശവാനന്ദ ഭാരതി കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. കേന്ദ്ര സർക്കാർ 1976 42ാം ഭരണഘടനാ ഭേദഗതി കേശവാനന്ദ ഭാരതി കേസിന്റെ വിധിയുടെ ആവേശത്തിൽ നടത്തിയതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ലെന്ന് സുപ്രീം കോടതി കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന എന്താണെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നില്ല. ഇത് 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. കേശവാനന്ദ ഭാരതി കേസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആരാണ് നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്? അതിർത്തി നിർണയ കമ്മീഷനാണ് ഇന്ത്യയിൽ നിയോജക മണ്ഡലങ്ങളിൽ സംവരണ മണ്ഡലങ്ങൾ തീരുമാനിക്കുന്നത്. അതിർത്തി നിർണയ കമ്മീഷനാണ്. അതിർത്തി നിർണയ കമ്മീഷനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടനയുടെ 42ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട വസ്തുതകൾ ചേർത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. 42ാം ഭേദഗതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. ബി, ഡി ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഈ ഭേദഗതിയിലൂടെയാണ്. സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരുന്ന 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ച വിധിയിൽ നിന്നും ആവേശം ഉൾക്കൊണ്ട് കേന്ദ്ര സർക്കാർ ഈ ഭേദഗതി കൊണ്ടുവന്നത്. 42ാം ഭേദഗതിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ്. ഇത് രണ്ടും നല്ലപോലെ വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണം വ്യവസ്ഥ ചെയ്യുന്ന അനുച്ഛേദമാണ് ഓപ്ഷൻ ഡി 243 ഡി. 243 ഡി ആണ് ഗ്രാമപഞ്ചായത്തുകളിൽ സീറ്റുകളുടെ സംവരണ വ്യവസ്ഥ ചെയ്യുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അനുച്ഛേദം. അനുച്ഛേദം 243 ഡി. 23ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വിഷയങ്ങളിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം? കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങൾ ഏതെല്ലാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. ബി, ഇ, ജി ശരിയാണ്. ബി, ഇ, ജി ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹവും വിവാഹമോചനവും. ഇത് 3ഉം കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയങ്ങളാണ്. മായം ചേർക്കൽ, തൊഴിൽ സംഘടനകൾ, വിവാഹവും വിവാഹമോചനവും. അപ്പോ യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എക്സാമിന് പോകുന്നവര് നോക്കിയിട്ട് പോവുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന മറ്റു രാജ്യങ്ങളുടെ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ട വ്യവസ്ഥകൾ താഴെ കൊടുത്തിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഓപ്ഷൻ എ. ജുഡീഷ്യൽ പുനരവലോകനത്തിനുള്ള അധികാരം അമേരിക്കയിൽ നിന്നാണ്. അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കാനഡയിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അത് അയർലൻഡിൽ നിന്നാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയയാണ്.
പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. ഓപ്ഷൻ എ ആണ്. 4, 3, 1, 2 ഇതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. ജുഡീഷ്യൽ പുനരവലോകനത്തിലുള്ള അധികാരം അമേരിക്ക. അവശിഷ്ടാധികാരങ്ങൾ എന്ന ആശയം കാനഡ. തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രത്തലവൻ അയർലൻഡ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം ഓസ്ട്രേലിയ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രധാന കമ്മീഷനും അതിന്റെ പ്രാധാന്യവും ചുവടെ കൊടുത്തിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ വരുന്നത്. മണ്ഡൽ കമ്മീഷൻ, രണ്ടാം പിന്നോക്ക കമ്മീഷൻ. മണ്ഡൽ കമ്മീഷൻ, രണ്ടാം പിന്നോക്ക കമ്മീഷൻ. സർക്കാരിയ കമ്മീഷൻ കേന്ദ്ര സംസ്ഥാന ബന്ധം പരിശോധിക്കുന്നതിനാണ് സർക്കാരിയ കമ്മീഷനെ നിയമിച്ചത്. ഷാ കമ്മീഷൻ അടിയന്തരാവസ്ഥയുടെ അതിക്രമങ്ങളെക്കുറിച്ച് അന്വേഷിക്കുന്നതിന് വേണ്ടിയാണ് ഷാ കമ്മീഷൻ നിയമിച്ചത്. കോത്താരി കമ്മീഷൻ ദേശീയ വിദ്യാഭ്യാസ കമ്മീഷനാണ്. കോത്താരി കമ്മീഷൻ, കോത്താരി കമ്മീഷൻ. അടുത്ത PSC എക്സാമിന് വേണ്ടിയിട്ട് പോകുന്നവര് തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻ നല്ലതുപോലെ റിവൈസ് ചെയ്തിട്ട് പോകുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങൾക്കാണ് എപ്പോഴും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ്. ആരുടെ അഭിപ്രായമാണിത്? ഗ്രാൻവിൽ ഓസ്റ്റിന്റെ കോട്സ് ആണ്. ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത് എന്ന് അഭിപ്രായപ്പെട്ടത് ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ്. ഇന്ത്യൻ ഭരണഘടന കേന്ദ്രാധിഷ്ഠിതമാണ്. ദേശീയ താൽപര്യങ്ങൾക്കാണ് ഏറ്റവും മുൻഗണന നൽകുന്നത്. ഇന്ത്യയിൽ നിലവിലുള്ള അന്തർ സംസ്ഥാന സമിതി, ദേശീയ വികസന സമിതി, മേഖലാ സമിതികൾ, ആസൂത്രണ കമ്മീഷൻ, ധനകാര്യ കമ്മീഷൻ എന്നിവ ഇതിന് തെളിവുകളാണ് എന്ന് പറഞ്ഞത് ഗ്രാൻവിൽ ഓസ്റ്റിൻ ആണ്. ഗ്രാൻവിൽ ഓസ്റ്റിൻ. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തിത്വത്തെ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ വരുന്നത് ഗ്യാനേഷ് കുമാർ ആണ്. 1988 ബാച്ചിലെ കേരള കേഡറിലെ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു. 2024 ജനുവരി 31 ഇന്ത്യയുടെ സഹകരണ സെക്രട്ടറിയായി വിരമിച്ചു. 2025 ഫെബ്രുവരി 19 മുതൽ പുതിയ സേവനകാലം ആരംഭിച്ചു. 2029 ജൂൺ 26 ഈ സേവനകാലം അവസാനിക്കും. ഗ്യാനേഷ് കുമാർ, ഇന്ത്യയുടെ ഇലക്ഷൻ കമ്മീഷണറായ ഗ്യാനേഷ് കുമാറിനെ കുറിച്ചുള്ള പോയിന്റ്സ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ. സംസ്ഥാന ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയാണ്. സംസ്ഥാന ദുരന്ത നിവാരണ പരിശീലന സ്ഥാപനമായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലാൻഡ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരത്താണ്. ഇത് രണ്ടും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത് എവിടെ വെച്ചാണ്? ബോൾഗാട്ടിയിൽ വെച്ചാണ് ഇൻവെസ്റ്റ് കേരള ആഗോള ഉച്ചകോടി 2025 നടന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ ഏത്? വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1, 2, 4 ഇത് മൂന്നും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. 1996 AK ആന്റണി മന്ത്രിസഭയുടെ കാലത്താണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ സ്ഥാപിതമായത്. 1996. അധ്യക്ഷ, അംഗങ്ങൾ എന്നിവർ സ്ത്രീകളായിരിക്കണം. കമ്മീഷൻ പ്രസിദ്ധീകരിക്കുന്ന വാർത്താ പത്രികയാണ് സ്ത്രീ ശക്തി. വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് സ്ത്രീ ശക്തി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
സംസ്ഥാനത്ത് നടപ്പിലാക്കിയിരുന്ന പദ്ധതികളിൽ ചിലത് താഴെ കൊടുത്തിരിക്കുന്നു. തെറ്റായ ജോഡികൾ കണ്ടെത്തുക. തെറ്റായ ജോഡികൾ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത് മാത്രമാണത് തെറ്റായിട്ടുള്ളത്. മിഠായി പ്രമേഹ ബാധിതരായ കുട്ടികളെ സഹായിക്കുന്ന പദ്ധതിയാണ് മിഠായി. വയോമിത്രം 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർക്കുള്ള പരിരക്ഷയാണ് വയോമിത്രം പദ്ധതി. വയോമിത്രം പദ്ധതി. ഓക്കെ. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് സിറം എന്നാണ്. സിറം എന്നാണ്. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ഘടകങ്ങൾ ഒഴിവാക്കിയുള്ള പ്ലാസ്മയെ വിളിക്കുന്ന പേര് സിറം. ഓക്കെ. മനുഷ്യരിൽ മാംസത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നിയാണ് ട്രിപ്സിൻ. ട്രിപ്സിനാണ് മനുഷ്യനിൽ മാംസത്തിന്റെ ദഹനത്തിന് സഹായിക്കുന്ന രാസാഗ്നി. റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകമാണ് ജീവകം B2. ജീവകം B2 ആണ് റൈബോഫ്ലാവിൻ എന്നറിയപ്പെടുന്ന ജീവകം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ തന്നിട്ടുള്ള സൂചനയിൽ ഏത് രോഗമാണ് പ്രോട്ടോസോവ ഇനത്തിൽ പെട്ട രോഗകാരികൾ മൂലം ഉണ്ടാകുന്നത്? മലമ്പനിയാണ്. പ്രോട്ടോസോവ ഇനത്തിൽപ്പെടുന്ന ഒരു രോഗമാണ് മലമ്പനി. മലമ്പനി. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. 2025 റംസാർ സൈറ്റുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഝാർഖണ്ഡ് ആണ്. ഝാർഖണ്ഡ് ആണ്. ഉദ്വ തടാകം സ്ഥിതി ചെയ്യുന്നത് ഝാർഖണ്ഡിലാണ്. ഝാർഖണ്ഡിലാണ്. 2025 റംസാർ സൈറ്റിൽ ഇടം നേടിയ തടാകമാണ് ഉദ്വ തടാകം. ഇത് ഝാർഖണ്ഡിലാണ്. ഓക്കെ. 37ാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ ഇപ്കയുടെ ആസ്ഥാനം. ഇപ്കയുടെ ആസ്ഥാനം ഡൽഹിയിലാണ്. ഡൽഹിയിലാണ്. ലോകത്തെ വംശനാശ ഭീഷണി നേരിടുന്ന വന്യജീവികളുടെ സംരക്ഷണത്തിനായി ഇന്ത്യയുടെ നേതൃത്വത്തിൽ സ്ഥാപിതമായ സ്ഥാപനമാണ് ഇപ്ക. ഇപ്ക. ഇതിന്റെ ആസ്ഥാനം ഡൽഹിയാണ്. ഡൽഹിയാണ് ഇതിന്റെ ആസ്ഥാനം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദ്രവ്യവുമായി ബന്ധമില്ല. ഒരു വസ്തുവിന്റെ ഒരു ഗ്രഹത്തിൽ നിന്നുള്ള പലായന പ്രവേഗം വസ്തുവിന്റെ ദ്രവ്യവുമായി ഒരു ബന്ധവുമില്ല. അടുത്ത ക്വസ്റ്റ്യൻ. 60 ഡിഗ്രി കോണിൽ പ്രോജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം എന്തായിരിക്കും? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. E/4. E/4. 60 ഡിഗ്രി കോണിൽ പ്രോജക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു വസ്തുവിന്റെ ഗതികോർജം E ആണ്. ഏറ്റവും ഉയർന്ന പോയിന്റിൽ അതിന്റെ ഗതികോർജം E/4. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. ഒരു ഹൈഡ്രോളിക് ലിഫ്റ്റിൽ വലുതും ചെറുതുമായ പിസ്റ്റണുകളുടെ ആരം 10:1 അനുപാതത്തിലാണ്. ചെറിയ പിസ്റ്റണിൽ എത്ര ഭാരം വെച്ചാലാണ് 1000 കിലോഗ്രാം ഭാരമുള്ള ഒരു കാർ ഉയർത്താൻ പര്യാപ്തമാവുന്നത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ 10 കിലോഗ്രാം ആണ്. 10 കിലോഗ്രാം. ഓക്കെ. 41ാമത്തെ ക്വസ്റ്റ്യൻ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ അഭിലാഷ ദൗത്യത്തിന്റെ പേരാണ് ഗഗൻയാൻ. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് അയക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഗഗൻയാൻ. 42ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നതിലെ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ശരിയായ പ്രസ്താവനകൾ. ഡാൾട്ടന്റെ ആറ്റോമിക സിദ്ധാന്തത്തിന് രാസ സംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു. കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇത് മൂന്നും ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിന് രാസ സംയോജക നിയമങ്ങൾ വിശദീകരിക്കാൻ സാധിച്ചു.
കാർബൺ 12 അടിസ്ഥാനമാക്കിയാണ് നിലവിൽ അറ്റോമിക മാസ് നിർണയിക്കുന്നത്. കാർബണിന്റെ വിവിധ ഐസോടോപ്പുകളിൽ ആപേക്ഷിക ലഭ്യത കൂടുതലുള്ളത് കാർബൺ 12 ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരമാണ്. മിഷ് മെറ്റൽ ലാന്തനേടുകളുടെ സങ്കരമാണ് മിഷ് മെറ്റൽ. ചാൽക്കോജനുകളാണ് ഗ്രൂപ്പ് 16 മൂലകങ്ങൾ ചാൽക്കോജനുകളാണ്. ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങളാണ് ഹാലോജനുകൾ. ജർമ്മൻ സിൽവർ, കോപ്പർ, സിങ്ക്, നിക്കൽ എന്നീ മൂലകങ്ങളുടെ സങ്കരം. മിഷ് മെറ്റൽ ലാന്തനേടുകളുടെ സങ്കരം. ചാൽക്കോജനുകൾ ഗ്രൂപ്പ് 16 മൂലകങ്ങൾ. ഹാലോജനുകൾ ഗ്രൂപ്പ് 17 മൂലകങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ കണ്ടെത്തുക. ശരിയായവ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2 മാത്രമാണ് ശരിയായിട്ടുള്ളത്. pH പേപ്പർ ഉപയോഗിച്ച് 1 മുതൽ 14 പരിധിയിൽ 0.05 കൃത്യതയോടെ pH മൂല്യം കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓപ്ഷൻ ബി 2 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായ പ്രസ്താവനകൾ ഏത്? ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ. നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. മൂലകങ്ങളുടെ ആധുനിക ആവർത്തന പട്ടികയിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. പീരിയോഡിക് ടേബിളിൽ ഇപ്പോൾ 118 മൂലകങ്ങളുണ്ട്. അറ്റോമിക നമ്പർ 118 ആയ മൂലകത്തിന്റെ പേര് ഓഗനസൻ ആണ്. ഓഗനസൻ ആണ് 118ാമത്തെ മൂലകം, ഓഗനസൻ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. എ, സി എന്നിവ തെറ്റായിട്ടുള്ള ഓപ്ഷൻ ആണ്. ശരിയായിട്ടുള്ള നമുക്കൊന്ന് വായിച്ചു നോക്കാം. 1922-28 കാലഘട്ടത്തിൽ ആലുവ അദ്വൈത ആശ്രമം അധ്യാപകനായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ദക്ഷിണ ഭാഷാ ബുക്ക് ട്രസ്റ്റ് മലയാള വിഭാഗത്തിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചിരുന്നു. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ആണ് ബിയും ഡിയും. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. എ, ബി, ഡി എന്നിവ ശരിയായിട്ടുള്ള ഓപ്ഷൻ ആണ്. നമുക്കൊന്ന് വായിച്ചു നോക്കാം. MT വാസുദേവൻ നായരെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ: മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാല്യ സാഹിത്യ കൃതികളാണ്. മാണിക്യക്കല്ല്, ദയ എന്ന പെൺകുട്ടി, തന്ത്രക്കാരി എന്നിവ MTയുടെ ബാല സാഹിത്യ കൃതികളാണ്. MT ഗാനരചന നിർവഹിച്ച ചലച്ചിത്രമാണ് വളർത്തുമൃഗങ്ങൾ. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. മനുഷ്യർ, നിഴലുകൾ, ആൾക്കൂട്ടത്തിൽ തനിയെ എന്നിവ MTയുടെ യാത്രാ വിവരണങ്ങളാണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2024 നടന്ന 2020 ലോകകപ്പ് ക്രിക്കറ്റിനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. എ, ബി, സി തെറ്റായിട്ടുള്ളതാണ്. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. 2024 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ആകെ 55 മത്സരങ്ങൾ ഉണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ദേശീയ ചലച്ചിത്ര അവാർഡുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. എല്ലാം ശരിയാണ്. മികച്ച നടിക്കുള്ള പുരസ്കാരം നേടിയത് കന്നഡ താരമായ ഋഷഭ് ഷെട്ടിയാണ്.
ഏറ്റവും മികച്ച ചിത്രവുമായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആട്ടം എന്ന മലയാള സിനിമയാണ്. മികച്ച പ്രാദേശിക സിനിമ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രം സൗദി വെള്ളയ്ക്ക. മികച്ച പിന്നണി ഗായികയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ബോംബെ ജയശ്രീ ആണ്. ബോംബെ ജയശ്രീ ആണ്. എല്ലാം ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. 2024 ദേശീയ ചലച്ചിത്ര അവാർഡുമായി റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇതൊക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 2022 വിന്റർ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടെത്തുക. 2022 വിന്റർ ഒളിമ്പിക്സ്. ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡി മാത്രമാണ് ഇതിൽ തെറ്റായിട്ടുള്ളത്. ശരിയായിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒളിമ്പിക്സിന്റെ പ്രധാന വേദി ചൈനയിലെ ബീജിംഗ് നഗരമായിരുന്നു. 91 രാജ്യങ്ങളാണ് ഈ കായികമേളയിൽ പങ്കെടുത്തത്. ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം നോർവേ ആയിരുന്നു. ഒന്നാം സ്ഥാനത്ത് എത്തിയ രാജ്യം നോർവേ ആയിരുന്നു. 2025 ബീറ്റ് ഫോറസ്റ്റ് എക്സാമിന് ചോദിച്ച 50 GK ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു ഇത്. തീർച്ചയായിട്ടും ഇനി എക്സാമിന് പോകുന്നുള്ളവര് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കി പോവുക. ഹാജാസ് ക്ലാസ്സസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ക്ലാസ്സസ് ഫോളോ ചെയ്ത് കൃത്യമായി പഠിച്ച് മുന്നേറുക. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.